ഹായ് സ്റ്റുഡൻസ്, മാത്തമാറ്റിക്സിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് മെട്രിക്സസ്, ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ്, മെട്രിക്സിൻ്റെ കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് മെട്രിക്സസ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ് എന്നൊരു ഭാഗമാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് പോവാം. അതിനുശേഷം ഓപ്പറേഷൻ മെട്രിക്സിലേക്ക് പോവാം. ഓക്കെ, നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് a, b, c and d ഫ്രം ദ ഫോളോയിങ് ഇക്വേഷൻ. മെട്രിക്സ് 2a plus b, a minus 2b, 5c minus d, 4c plus 3d equal to matrix 4 minus 3, 11, 24. അപ്പം ഇവിടെ ഈ രണ്ട് മെട്രിക്സ് തുല്യമാണെങ്കിൽ എ ബി സി ഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആയിരിക്കും. ഓർഡറും കറസ്പോണ്ടിങ് എലമെന്റ്സ് ഈക്വൽ ആണെങ്കിലാണ് മെട്രിക്സ് ഈക്വൽ ആവല്. സോ ഹിയർ എന്താ പറയാ? 2a plus b equal to 4, a minus 2b equal to minus 3, 5c minus d equal to 11, 4c plus 3d equal to 24. നാല് ഇക്വേഷൻ കിട്ടും. സോ 2a plus b equal to 4 equation 1, a minus 2b equal to 3 equation 2. Solving 1 and 2. For that here 2a, here a. So അതിന്റെ കോഎഫിഷ്യന്റ് a ഒരുപോലെ ആക്കാൻ multiply equation 2 into 2. So this becomes 2a minus 4b equal to minus 6. Equation 3. Then what? Solve 3 and 1. That is 3 minus 1. That implies minus 5b equal to minus 10. Implies b equal to 2. Then substitute the value of b in equation 2. This is equation 2. Then a minus 2 into 2, 4 equal to minus 3. So a equal to minus 3 plus 4 equal to 1. Simple equation ആണ് സാധാരണ പോലെ സോൾവ് ചെയ്യുക. അതേപോലെ അടുത്ത രണ്ട് ഇക്വേഷൻ എടുക്കാം. 5c minus d equal to 11 and 4c plus 3d equal to 24. എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ ഇവിടെ സിന്റെ ഡിന്റെ കോഎഫിഷ്യന്റ് ഒരുപോലെ ആക്കാം. സോ എന്ത് ചെയ്യാം? ഇവിടെ ഡിന്റെ ആക്കുന്ന സൗകര്യം. സോ ഫോർ ദാറ്റ് ഹിയർ കോഎഫിഷ്യന്റ് ഡി 3 ആണ്. സോ ഇവിടെ എന്ത് ചെയ്യുക? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ 4 into 3, that is 15c minus 3d equal to what? 33. Name it as equation 6. Then add 5 and 6. Add 5 and 6. So 3d cancel. That is 19c equal to plus 3d minus 3d cancels equal to 57. So it's c equal to 57 by 19 equal to 3. Substitute this value c in 4. Then we get d equal to what? 5c minus 11 equal to 5 into 3, 15 minus 11 equal to 4. So answer is a1, b2, c3, d4. Okay. നമുക്ക് ഇതുപോലെ ഒരു പ്രോബ്ലത്തിന് കൂടെ ചെയ്ത് നോക്കാം. Find x, y, a, b if matrix 3x plus 4y, 2x minus 2y, a plus b, 2a minus b minus 1 equal to matrix 2, 2, 4, 5 minus 5 minus 1. അപ്പം നേരത്തെ പോലെ ഈ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ 3x plus 4y equal to 2 and x minus 2y equal to 4 and a plus b equal to 5 and 2a minus b equal to minus 5. നമുക്ക് വേണ്ടത് ഇവിടെ 2 equal to 2 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. സോ എന്ത് ചെയ്യാം? ആദ്യം ഫസ്റ്റ് സോൾവ്. നെയിം ഇറ്റ് ആസ് ഇക്വേഷൻ 2, equation 3, 4. Solve equation 1 and 2. For that here coefficient of x 3, here 1. So into equation 2 into 3. So this becomes 3x minus 6y equal to 12. Then what? 5 minus equation 1. 5 minus 1. Here 3x, 3x. So subtracting 5 minus 1. Then minus 6y minus 4y. Minus 10y equal to 10. That is y equal to 10 by minus 10 equal to minus 1. ഇത് വേണമെങ്കിൽ ഇക്വേഷൻ നമ്മൾ താഴെ എഴുതിയിട്ട് ചെയ്തോ. നോട്ട് ചെയ്യുന്ന സമയത്ത് താഴെ എഴുതി ചെയ്യുക. എന്നാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. From 2, what? X equal to 2y plus 4 equal to 2 into minus 1 plus 4 equal to 2. Then solve 3 and 4. This solve 3 and 4. കുറച്ചുകൂടെ സിമ്പിൾ ആണ് സോൾവ് ചെയ്യാൻ. കാരണം ഇവിടെ b ഇവിടെ മൈനസ് b ആണ്. ആഡ് ചെയ്താൽ മതി. സോ ആഡിങ് 3 and 4. So we get 3a equal to what? 5 minus 5. 5 plus minus 5, 0. So a equal to 0. And substitute the value of a equal to 0 in equation 1. So b equal to what? 5 minus a. 5 minus 0 equal to 5.
So our answer is x equal to 2, y equal to -1, a equal to 0 and b equal to 5. Okay. ഇനി ഇതുപോലെ രണ്ട് മൂന്ന് പ്രോബ്ലംസ് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്യണം. അത് നിങ്ങൾ നോട്ടിൽ തന്നെ എഴുതി പഠിക്കണം. ഓക്കെ, നോക്കാം അടുത്ത ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിക്കാം, നിങ്ങൾ നോട്ടിൽ എഴുതിയെടുത്ത് ചെയ്യണം. ഇതിലെ ക്വസ്റ്റ്യൻസിലെ ആൻസറിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് കമന്റ് ചെയ്യുക, ചോദിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ. മെട്രിക്സ് 4 3 x5 equal to മെട്രിക്സ് y z 1 5. ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് വാല്യൂസ് ഓഫ് x y and z. Second one, matrix x plus y 2 5 plus z xy equal to matrix 6 2 5 8. Then third one, matrix x plus y plus z x plus z y plus z equal to matrix 9 5 7. അങ്ങനെ ചെയ്യേണ്ട ഓർമ്മയുണ്ടല്ലോ. കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇക്വേഷൻസ് ഉണ്ടാക്കുക, സോൾവ് ചെയ്താൽ കിട്ടും. Find the values of a, b, c and d from the equation. Matrix a minus b 2a plus c 2a minus b 3c plus d equal to matrix -1 5 0 13. Then another. Find x comma y comma z if matrix x minus 3 3x minus z x plus y plus 2 x plus y plus z equal to matrix 2 0 5 18. The last one. Find a comma b if matrix a plus 3 b square plus 2 0 minus 6 equal to matrix 2a plus 1 3b 0 b square minus 5b. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഞാൻ വായിച്ചത് നിങ്ങൾക്ക് എഴുതാനുള്ള സമയം കൂടെ കിട്ടിക്കോട്ട് വിചാരിച്ചിട്ടാണ്. നെക്സ്റ്റ് ക്ലാസ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഇതെല്ലാവരും സോൾവ് ചെയ്യണം. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് പോകാം. നമുക്ക് നമ്മൾ ഓപ്പറേഷൻ ഓഫ് മെട്രിക്സസ് എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ മെട്രിക്സിലെ ഒന്നാമത്തെ ഓപ്പറേഷൻ ആണ് അഡിഷൻ. സാധാരണ നമ്പേഴ്സ് പഠിക്കുന്നതല്ല, നമ്പർ തിയറിയിൽ നമുക്കറിയാം അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയല്ലേ പഠിക്കുന്നത്. അതേപോലെ ഫസ്റ്റ് അഡിഷൻ നോക്കാം, എങ്ങനെ രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യാം. അതിന്റെ കണ്ടീഷൻ നോക്ക്. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ, ബി ഈക്വൽ ടു മെട്രിക്സ് ബി ഐ ജെ ആർ ടു മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ സേ m by n, then sum of two matrices A and B is defined as C equal to matrix Cij m by n, where Cij equal to Aij plus Bij for all possible values of I and j. എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഫസ്റ്റ് രണ്ടിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. ഓർഡർ സെയിം, ഇത് m by n ഉം ഇത് m by n ഉം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെ ആഡ് ചെയ്യാം? ആഡ് ചെയ്താൽ കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡർ തന്നെ ആയിരിക്കും, m by n ആയിരിക്കും. ഇനി എങ്ങനെ ആഡ് ചെയ്യാം? കറസ്പോണ്ടിങ് എലിമെന്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി. കറസ്പോണ്ടിങ് എലിമെന്റ്സ് പറഞ്ഞാൽ മനസ്സിലായല്ല. ആദ്യത്തിലെ 1 1 പൊസിഷനിൽ വരുന്നത്, രണ്ടാമത്തെ 1 1 പൊസിഷൻ വരുന്നത് ആഡ് ചെയ്യാം. ആദ്യത്തെ ഇപ്പൊ 2 1 പൊസിഷനിലാണെങ്കിലോ രണ്ടാമത്തെ മെട്രിക്സിന് 2 1 പൊസിഷൻ വരുന്നത് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്താൽ മതി. അതായത് സാധാരണ അഡിഷൻ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കോ. A equal to matrix A11 A12 A13 A21 A22 A23 is a 2 by 3 matrix, and B equal to matrix B11 B12 B13 B21 B22 B23 is another 2 by 3 matrix. Then we define A plus B equal to matrix. Okay, എന്താ ചെയ്ത് കറസ്പോണ്ടിങ് എലിമെന്റ്സ് ആഡ് ചെയ്തു. രണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്താ ഇതിന്റെ ഓർഡർ നോക്കി, ഇതിന്റെ ഓർഡർ 2 by 3 ഇതിന് 2 by 3 ആഡ് ചെയ്യുമ്പോൾ ഓർഡറും തന്നെ 2 by 3 തന്നെ. എങ്ങനെ ആഡ് ചെയ്ത് കറസ്പോണ്ടിങ് എലിമെന്റ്സ് കൂട്ടാം. A11 plus B11 then A12 plus B12 then A13 plus B13 അതുപോലെ അടുത്ത റോയൽ എലിമെന്റ്സ് കൂട്ടാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം നോക്ക്. അപ്പം this new matrix is the sum of above two matrices. We observe that sum of two matrices is a matrix obtained by adding the corresponding elements of the given matrices. Furthermore, the two matrices have of the same order. മനസ്സിലായില്ല? അപ്പൊ രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ രണ്ടിന്റെ ഓർഡർ സെയിം ആയിരിക്കണം. എങ്ങനെ ആഡ് ചെയ്യാം? മെട്രിക്സ് സം ഓഫ് ദ മെട്രിക്സ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ വാട്ട്? ആഡിങ് ദ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഓഫ് ദ ഗിവൺ മെട്രിസസ്. മനസ്സിലായില്ല? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിലാണ് കൂട്ടേണ്ടത് സം ചെയ്യണമെങ്കിൽ. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പൊ സാധാരണ അഡിഷൻ പോലെ തന്നെയാണ്, ഓർഡർ സെയിം ആയിരിക്കണം. അത് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് given A equal to matrix √3 1 minus 1 2 3 0 and B equal to matrix 2 √5 1 minus 2 3 1 by 2 find A plus B. നോക്കാം, ഈ രണ്ട് മെട്രിക്സിന്റെ ഓർഡർ എത്രയാണ്? 2 by 3 അല്ലെ, 2 റോ 3 കോളം. അപ്പൊ ആഡ് ചെയ്ത് കിട്ടുന്ന മെട്രിക്സിന്റെ ഓർഡറും തന്നെ 2 by 3 ആയിരിക്കും. എങ്ങനെ ആഡ് ചെയ്യാം? കറസ്പോണ്ടിങ് എലിമെന്റ്സ് ആഡ് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും നോക്കി? സോ എന്ത് കിട്ടും? സോ ആൻസർ ഈസ് A plus B equal to √3 plus 2 that is 2 plus 2 √3 then 1 plus √5
then minus 1 plus 1, then 2 plus minus 2, then 3 plus 3, then 0 plus 1 by 2. Add in 0 plus 1 by 2, 1 by 2, 3 plus 3, 6, minus 2 plus 2, 0. Okay. Note if A and B are not of the same order, then A plus B is not defined. Right? A matrix 2, 3, 1, 0, B matrix 1, 2, 3, 1, 0, 1. അങ്ങനെ നമുക്ക് A plus B കാണാൻ പറ്റൂല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഡിഫൈൻഡ് അല്ല, മെട്രിക്സ് അഡിഷൻ ഡിഫൈൻഡ് അല്ല, ഓർഡർ സെയിം ആണെങ്കിൽ കൂട്ടാൻ പറ്റും, അല്ലാണ്ട് ഇവിടെ ഇതുപോലെ കൂട്ടാൻ പാടില്ല. ഓക്കെ. രണ്ടാമത്തെ, we observe that addition of the matrix is an example of binary operation on the set of matrices of the same order. ശരിക്കും അഡീഷൻ ഓഫ് മെട്രിക്സ് ഒരു ബൈനറി ഓപ്പറേഷൻ ആണ്. എന്തുകൊണ്ട്? രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സെയിം ഓർഡറിൽ ഒരു സാധനം തന്നെയല്ലേ, നമുക്കറിയാം. അഡീഷൻ ബൈനറി ഓപ്പറേഷൻ ഒരു ഫംഗ്ഷൻ അല്ലേ, ഫംഗ്ഷൻ ആണ് എ ക്രോസ് എ ടു എ ആണ്, ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഇതൊരു ഫംഗ്ഷൻ തന്നെയാണ്, കാരണം സെയിം ഓർഡറിൽ രണ്ട് മെട്രിക്സ് ആഡ് ചെയ്താൽ കിട്ടുന്നത് അതേ ഓർഡറിൽ ഒരു മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. സോ ഇതൊരു ബൈനറി ഓപ്പറേഷൻ ആണ്, മറക്കണ്ട. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കേലാർ. അതായത് ഒരു സ്കേലാർ ഉള്ള ഒരു മെട്രിക്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, രണ്ട് മെട്രിക്സ് അല്ല, ഒരു സ്കേലാർ ഉള്ള ഒരു മെട്രിക്സിനെ എങ്ങനെ ഗുണിക്കാം. ശ്രദ്ധിക്കുക, തിയറി വളരെ സിമ്പിൾ ആണ്. നമുക്ക് നോക്കാം. വി മേ ഡിഫൈൻ multiplication of a matrix by a scalar as follows. If A equal to matrix Aij m by n is a matrix and K is a scalar, scalar is a constant, then K is another matrix which is obtained by multiplying each element of A by a scalar K. മലയാളത്തിൽ പറഞ്ഞാൽ ഒരു മെട്രിക്സിനെ ഒരു സ്കേലാർ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് ഒരു മെട്രിക്സ് തന്നെ ആയിരിക്കും. അതിന്റെ ഓർഡർ എന്തായിരിക്കും? ഈ എന്റെ ഓർഡർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. എങ്ങനെ കിട്ടല്? ആ മെട്രിക്സിന്റെ ഉള്ളിലെ ഓരോ എലമെന്റിനെയും കെ കൊണ്ട് ഗുണിച്ചാൽ മതി. മനസ്സിലായാലും സിമ്പിൾ ആയ ഒരു കാര്യം. ഒരു മെട്രിക്സിനെ ഒരു കോൺസ്റ്റന്റ് ഗുണിക്കണമെങ്കിൽ അതിന്റെ അകത്ത് ഓരോ എലമെന്റിന് എന്ത് ചെയ്യുക? ആ കോൺസ്റ്റന്റ് ഗുണിക്കുക. അപ്പൊ മെട്രിക്സിന്റെ ഓർഡർ മാറുന്നില്ല, ഓർഡർ സെയിം ആയിരിക്കും. തിയററ്റിക്കലി ഇങ്ങനെ പറയാം. ഇൻ അതർ വേർഡ്സ്, കെ ഈക്വൽ ടു കെ ഇൻറ്റു മെട്രിക്സ് എ ഐ ജെ എം ബൈ എൻ ഈക്വൽ ടു മെട്രിക്സ് കെ എ ഐ ജെ എം ബൈ എൻ എന്നെല്ലാം പറഞ്ഞാൽ അർത്ഥം മനസ്സിലായില്ല. കെനെ മെട്രിക്സിന് ഗുണിക്കാൻ പറഞ്ഞാൽ കെനെ ഉള്ളോട്ട് കൊണ്ടുപോകാം, ഇത് ഉള്ളോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാ എലമെന്റും കൂടെ വന്നു. ഓക്കെ, ദാറ്റ് ഈസ് എന്താ പറയാ, ഐ ജെ എലമെന്റ് ഓഫ് കെ ഈസ് കെ ഇൻറ്റു എ ഐ ജെ ഫോർ ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് ഐ ആൻഡ് ജെ. തിരിച്ചിട്ട് ഇപ്പൊ കെയിലെ ഐ ജെ എലമെന്റ് പറഞ്ഞാൽ ഇപ്പം 1 1 ഐ ജെ എലമെന്റ് പറഞ്ഞാൽ എന്തായി? 1 1 പൊസിഷനിൽ വരുന്നതായി, 1 2 പൊസിഷനായി, 1 3 ആയി, എല്ലാം ആയി. അതെങ്ങനെ കിട്ടല്? കെ ഇൻറ്റു എ ഐ ജെ. അതിന് ഓരോന്നിനും എന്ത് ചെയ്യുക? കെനെ ഗുണിച്ചാൽ മതി. അത്രയൊന്നും ചിന്തിക്കേണ്ട. നോക്കി, ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. എക്സാമ്പിൾ, എ ഈക്വൽ ടു മെട്രിക്സ് 3 1 1.5 √5 7 - 3 2 0 5 then 3a equal to what? 3 into this matrix, that is equal to എങ്ങനെ കിട്ടല്? ഈ 3നെ കൊണ്ട് ഓരോ എലിമെന്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 into 3 9, 3 into 1 3, 3 into 1.5 4.5, then 3 into √5 3 √5, 3 into 7 21, 3 into -3 -9, 3 into 2 6, 3 into 0 0, 3 into 5 15. ഓക്കെ, അപ്പൊ ഒരു മെട്രിക്സിനെ സ്കെയിലാറിനോട് ഗുണിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? മെട്രിക്സിലെ ഓരോ എലമെന്റ് എന്ത് ചെയ്യുക? ആ സ്കെയിലാറിനോട് ഗുണിക്കാം. ഓക്കെ, സിമ്പിൾ ആണ്, സിമ്പിൾ ആയ ഒരു പ്രോപ്പർട്ടിയാണ്. നോക്കാം. അടുത്തത് നെഗറ്റീവ് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ നെഗറ്റീവ് ഓഫ് മെട്രിക്സ് -a denoted by -a. We define -a equal to -1 into a. സിമ്പിൾ. ഒരു മെട്രിക്സിന്റെ നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? -1 കൊണ്ട് ആ മെട്രിക്സിനെ ഗുണിച്ചാൽ മതി. -1 കൊണ്ട് ആ മെട്രിക്സിനെ ഗുണിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതിലുള്ള എല്ലാ എലമെന്റും എന്ത് ചെയ്യുക? -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം. a equal to മെട്രിക്സ് 3 1 -5x then -a is എങ്ങനെ -a കിട്ടില്ലേ? -a എന്ന് പറഞ്ഞാൽ എത്ര? -1 into a, that is -1 into മെട്രിക്സ് 3 1 -5x equal to എത്ര? മെട്രിക്സ് -3 -1 5 -x. ഡൗട്ട് ഉണ്ടായില്ലല്ലോ? എങ്ങനെ കിട്ടിയത്? ഓരോ എലമെന്റും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ആകുമ്പോൾ എന്ത് കിട്ടല്? -a എന്ന് കിട്ടല്. ഇനി ഡിഫറൻസ് ഓഫ് മെട്രിക്സ്. നേരത്തെ സമ്മല്ലേ കണ്ട അഡിഷൻ, മെട്രിക്സിന്റെ ഡിഫറൻസ് എങ്ങനെ കാണാം? അതേപോലെ ഓക്കെ. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ആൻഡ് ബി ഈക്വൽ ടു മെട്രിക്സ് ബി ഐ ജെ ആർ ടു മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ, say m by n, then difference a minus b is defined as a matrix D equal to Dij, where Dij equal to Aij minus Bij for all values of I and j. In other words, D equal to a minus b equal to a plus -1 into b, that is sum of matrix A and the matrix minus b. ഇത്രയിലൂടെ നോക്ക്,
രണ്ട് മെട്രിക്സ് എ എന്ന് പറഞ്ഞ മെട്രിക്സിന് ബി എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് കുറക്കണമെങ്കിൽ നേരത്തെ പോലെ രണ്ടിന്റെ ഓർഡർ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം അല്ലെ? ഇതെന്ത് ചെയ്താൽ മതി? നേരത്തെ കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യില്ല ചെയ്ത് ഇതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് കുറച്ചാൽ മതി. മനസ്സിലായല്ല? അത്രയേ ഉള്ളൂ. എന്ന് ബി കുറക്കണമെങ്കിൽ ഓർഡർ സെയിം ആയിരിക്കും. എ മൈനസ് ബി കാണുമ്പോൾ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റ് കൃത്യമായിട്ടാണ് കുറച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. അല്ലെങ്കിൽ എങ്ങനെ കാണാന്ന് പറഞ്ഞത്? എ മൈനസ് ബി കാണുമ്പോൾ എന്ത് ചെയ്യുക? എ പ്ലസ് മൈനസ് ബി കണ്ടാൽ മതി. തിരിഞ്ഞില്ലേ? നമുക്ക് സാധാരണ അറിയാം, നമ്പർ തിയറിയിൽ അറിഞ്ഞത് എ മൈനസ് ബി കാണുമെങ്കിൽ ഇത് കാണാം എ പ്ലസ് മൈനസ് ബി. അത് നിങ്ങൾക്ക് ഏതാണെന്ന് എളുപ്പം അത് ചെയ്താൽ മതി. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം നോക്കാം. സിമ്പിൾ ആയ പ്രോബ്ലം നമ്മളിപ്പോ ചെയ്ത് അഡീഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഇത് ഡിഫറൻസ് പറയാൻ വേണ്ടി സിമ്പിൾ ഒരു പ്രോബ്ലം നമുക്ക് ഇന്ന് ചെയ്ത് നോക്കാം. ഒന്ന്, ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 2 - 5 6 - 2, b ഈക്വൽ ടു മെട്രിക്സ് -2 0 -6 8, ഫൈൻഡ് a plus b, a minus b, 2a minus 3b, half a. a plus b നോക്കാം. മെട്രിക്സ് 2 - 5 6 - 2 പ്ലസ് മെട്രിക്സ് -2 0 -6 8. സെയിം ഓർഡർ ആണ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ അതേ ഓർഡർ കിട്ടും. കറസ്പോണ്ടിങ് എലമെന്റ്സ് ആഡ് ചെയ്യാം. ഇപ്പൊ 2 + -2 -5 + 0 6 + -6 -2 + 8. So our answer is 0 -5 0 6. Then a minus b. A minus b equal to matrix 2 - 5 6 - 2 minus matrix -2 0 -6 8 equal to our answer is എന്ത് ചെയ്യാം? മൈനസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് എലമെന്റ്സ് മൈനസ് ചെയ്യുമ്പോൾ വരും 2 - -2 2 + 2 -5 -0 then 6 - -6 6 + 6 -2 -8. So our answer is 4 - 5 12 -10. മനസ്സിലായല്ലോ? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് എലമെന്റ്സ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ പ്ലസ് മൈനസ് അല്ലെ, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് മൈനസ് ബി ചെയ്താലും മതി, കുഴപ്പമില്ല. ഇങ്ങനെ വേണം ചെയ്യാം. ദെൻ 2a - 3b കാണാൻ പറഞ്ഞിട്ടുണ്ട്. 2a എന്ന് പറഞ്ഞാൽ 2 × a മെട്രിക്സ് 2 - 5 6 - 2 minus 3 × b -2 0 -6 8 ഈക്വൽ ടു മെട്രിക്സ് എത്ര? 2 മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെന്റും മൾട്ടിപ്ലൈ ചെയ്യാം. സോ 4 -10 12 -4 പ്ലസ് എന്താ പ്ലസ് മനസ്സിലായില്ലേ? ഇവിടെ -3 × ദിസ് മെട്രിക്സ്. ഇത് ചെയ്യുന്നതിന് വരെ ഞാൻ നേരത്തെ പറഞ്ഞു a - b എന്ന് പറഞ്ഞാൽ a + -b ചെയ്താൽ മതി, അതാണ് എളുപ്പം. അപ്പൊ ഇവിടെ -3 × ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? പ്ലസ് ഈ -3 ഉള്ളോട്ട് കൊണ്ടുപോകുമ്പോൾ 6 0 18 -24. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്യേണ്ടത് ഈ സ്റ്റെപ്പ് ഇഷ്ടമുള്ള ചെയ്യാം. ഡയറക്റ്റ് ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്ലസ് ഈ -3 കൊണ്ട് ഉള്ളോട്ട് കുടിച്ചാൽ മതി. ഞാൻ ചെയ്തത് പ്ലസ് -3 കൊണ്ട് ഉള്ളിൽ കുടിച്ചു, പിന്നെ അത് ആഡ് ചെയ്തു. ഇപ്പൊ എത്ര? 4 + 6 then -10 + 0 12 + 18 then -4 + -24. So answer is 2a - 3b 10 -10 30 -28. Then half a എന്ന് പറഞ്ഞാൽ half into matrix 2 - 5 6 - 2. ഹാഫ് ഇൻറ്റു ഇത് ഡിവിഷൻ അല്ല, ആക്ച്വലി ദിസ് ഈസ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് മെട്രിക്സിനോട് ഇപ്പോൾ സ്കേലാർ ഡിവിഷൻ പറഞ്ഞിട്ടാണ്, മൾട്ടിപ്ലിക്കേഷനാണ് പറഞ്ഞത്. സോ എന്ത് ചെയ്യുക? ഹാഫ് കൊണ്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഹാഫ് ഇൻറ്റു 2 ഹാഫ് ഇൻറ്റു -5 ഹാഫ് ഇൻറ്റു 6 ഹാഫ് ഇൻറ്റു -2 മെട്രിക്സ് 1 -5/2 3 -1. ഓക്കെ, ഇതൊരു ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇതുപോലത്തെ ക്വസ്റ്റൻ 2-3 ക്വസ്റ്റൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നിങ്ങൾ ചെയ്തൊന്ന് ക്ലിയർ ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുത്തത് മനസ്സിലായല്ലോ. ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുത്തത് ഓപ്പറേഷൻ ഓഫ് മെട്രിക്സ് എടുത്തത്. ഏതെല്ലാം ഓപ്പറേഷൻസ് മനസ്സിലായല്ലോ? അഡിഷൻ, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ, നെഗറ്റീവ് ഓഫ് മെട്രിക്സ്, ഡിഫറൻസ്. അത് വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. എല്ലാവരും ക്ലാസ് കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.